ഹലോ നമസ്കാരം. എല്ലാവർക്കും 18th ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ. ഇന്ന് ഇശാരക്കുട്ടിയുടെ അംഗൻവാടിയിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതാംബ ആയി നമ്മൾ ഡ്രസ്സ് ചെയ്യിപ്പിച്ച് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇഷാര വീട്ടിൽ നിന്ന് ഭയങ്കര സന്തോഷവും ഹാപ്പിയൊക്കെ ആയിരുന്നു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രാവിലെ 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 9:15 ആയി. ഞങ്ങൾ ധൃതി പിടിച്ച് വേഗം റെഡിയായി പോയി. പക്ഷെ അപ്പോഴത്തേക്കും അവിടെ ചെന്നപ്പോഴത്തേക്കും 9 മണിക്ക് മുമ്പ് തന്നെ മെമ്പർ വന്ന് പതാക ഉയർത്തിയായിരുന്നു. പിന്നെ ബാലൻസ് പരിപാടിയും റാലിയും എല്ലാം ആണ് നമുക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ബാക്കി കുട്ടികളൊന്നും വന്നിട്ടില്ലായിരുന്നു. 10 മണിയോടുകൂടിയായിരുന്നു ബാക്കി എല്ലാ കുട്ടികളും വന്നത്. നമ്മളും ചെറിയ രീതിയിലൊക്കെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ സുജാത ടീച്ചർ വന്ന കൃത്യം 9 മണിക്ക് തന്നെ ദേശീയ പതാക ഉയർത്തി. ആ സമയത്ത് കുട്ടികളൊക്കെ എത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ റാലിയൊക്കെ നമ്മൾ ഈ 10 മണിക്ക് ശേഷം അറേഞ്ച് ചെയ്തത്. മെമ്പർക്ക് സ്കൂളിലേക്ക് പോകേണ്ടത് കൊണ്ട് നമ്മുടെ ഈ യോഗ അധ്യക്ഷനായിട്ട് നമ്മുടെ പകൽ വീടിന്റെ സ്നേഹ നിധിയായിട്ടുള്ള മുൻ പ്രസിഡന്റായ നമ്മുടെ ഓമന ചേട്ടനെയാണ് നമുക്ക് ഇന്ന് അധ്യക്ഷനായിട്ട് യോഗത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ യോഗത്തിലേക്ക് സ്വാഗതം. അതുകൊണ്ട് നമ്മൾ വേറെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് വീട്ടിൽ വെച്ച് കുറച്ച് ഫോട്ടോസൊന്നും എടുത്തില്ലായിരുന്നു ഇഷാരനെ റെഡിയാക്കിയതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുതന്നെയല്ല, ഞാനോർത്തു വീട്ടിൽ നിന്ന് പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് റെഡിയാവും എല്ലാം ചെയ്തത്. പക്ഷേ അംഗൻവാടി ചെന്നപ്പോഴത്തേയും എല്ലാ കുട്ടികളുടെയും പേരൻസും എല്ലാവരെയും കണ്ടപ്പോഴത്തേയും പുള്ളിക്കാരത്തി ആകെ അങ്ങോട്ട് നാണം കാരണം പിന്നെ വേറൊരു മൂഡായി. പിന്നെ നിലത്ത് നിൽക്കില്ല അങ്ങനെയൊക്കെയായി. അതുകൊണ്ട് പിന്നെ രക്ഷയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് റാലിക്ക് പോയപ്പോഴോ ഒരു ഫോട്ടോ കുട്ടികളെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ഫോട്ടോ എടുക്കാനൊന്നും ഇഷാര സഹകരിച്ചില്ല. ഇഷാര ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഇടയ്ക്കൊക്കെ ഇഷാരയുടെ സൗണ്ട് കേൾക്കാൻ കരയുന്നു. എന്തെങ്കിലും സൗണ്ട് ഫുൾ നേരം കരച്ചിലായിരുന്നു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയും സന്തോഷമൊക്കെ ആയിരുന്നു. പക്ഷേ ഫുള്ളും കരച്ചിലായിരുന്നു. ഞാൻ ഇതിൻ്റെ ക്രൗണും സാരിയും എല്ലാം ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. പഴയ ഒരു സാരിയുടെ പീസ് കൊച്ചിൻ്റെ ഹൈറ്റിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തു. ആ സൈഡൊക്കെ അടിച്ച് റെഡിയാക്കി. അതുപോലെ തന്നെ ക്രൗണൊക്കെ ആണെങ്കിലും ഇവിടെ ഒരു ഗോൾഡൻ ഷീറ്റ് മേടിച്ചിട്ട് അതിലേക്ക് പശ വെച്ച് ഗിൽറ്റൊക്കെ വെച്ച് കുറച്ച് സ്റ്റോൺ വർക്കൊക്കെ ചെയ്ത് ഒട്ടിക്കുകയാണ് ഞാൻ ചെയ്തത്. ഹെയർ ആണെങ്കിലും കിരീടത്തിലേക്ക് സ്റ്റാപ്പിങ് ചെയ്ത് വെക്കുക ചെയ്തത്. അങ്ങനെയൊക്കെയാണ് അവൾ റെഡിയാക്കിയതിൻ്റെ അനുസരിച്ച് അവൾ നിൽക്കാത്തത് കൊണ്ട് ഒരു വിഷമമുണ്ട്. അവൾ ഒന്നിനും പോസ് ചെയ്യാനൊന്നും നിന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. റാലിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനൊന്നും അവൾ റെഡിയായില്ല. അതൊരു വലിയൊരു സങ്കടമായിപ്പോയി. കുട്ടികളുടെ മൂഡ് ഇങ്ങനെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാമെന്നല്ലാണ്ട് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ.